മായ ജോസ് അവരെ ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് കൂടി ഞങ്ങൾ പരാതി കൊടുക്കുന്നു. ഇത്തരം അന്ധമായ രാഷ്ട്രീയം മനസ്സിൽ പിടിച്ച ആളുകൾ തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമായി ഡ്യൂട്ടിക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും സമാനമായി മുൻപൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ദുരാനുഭവങ്ങൾ സ്ഥാനാർത്ഥിമാരായി മത്സരിക്കാൻ നിയമപരമായി കടന്നു വരുന്നവർ കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ചേർന്നതല്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മാജ ജോസ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മലക്കപ്പടി ഡിവിഷൻ 1ാം ഡിവിഷൻ ആ വിഷയത്തിലാണ്. മുൻപ് നമ്മൾ പല സ്ഥലങ്ങളിലും ഡമ്മികളെ സ്ഥാനാർത്ഥികളായി പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും നിർത്തണമെന്നുള്ള കർശനമായ നിർദ്ദേശവും ഞങ്ങളാരും കൊടുത്തില്ല. കാരണം ഇത് ഈ പ്രോസസ്സ് കാലങ്ങളായി ചെയ്യുന്ന ആളുകൾ അതിന് പാർട്ടി വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമൊക്കെ അത്തരത്തിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അഡ്വക്കേറ്റ് LC ജോർജ് അവര് മുൻപ് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. നോമിനേഷൻ അവര് അഭിഭാഷകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നോമിനേഷൻ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അത് പ്രത്യേകിച്ചും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടാകും. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ബോധപൂർവമായി തെറ്റുവരുത്തി എന്ന് പറയുന്നതിനപ്പുറത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ അവിടെ ബോധപൂർവമായ തെറ്റുണ്ടായിട്ടില്ല, ഒരു സംശയം അവർ പ്രകടിപ്പിച്ചപ്പോൾ ഇത് ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത്. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ അവരാണ് പറഞ്ഞത് കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുക. പിന്നീട് പുറത്തു പോയിട്ടാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അത് ചിലപ്പോൾ തെറ്റാകാനുള്ള സാധ്യതയുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറൊരു നോമിനേഷൻ കൂടി നൽകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു നോമിനേഷനുമായി 2:50 കളക്ടറേറ്റിൽ എത്തുന്നത്. 2:50 എത്തിച്ചേർന്നിട്ട് 3 മണി വരെ നോമിനേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. അവരെ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. ഇതാണ് ഉണ്ടായത്. അത് നിയമപരമായി നമ്മളിപ്പോ അത് അഭിഭാഷകരുമായി ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഭിഭാഷകരുമായി ഇന്നലെയും ഇന്നുമായി സംസാരിച്ചിട്ടുണ്ട്. അത് നാളെ കോടതിയിൽ പോയി. അല്ല, നമ്മളത് വളരെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആ സർക്കാരിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന അന്ധമായ രാഷ്ട്രീയമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇടപെടൽ അത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയും. വിവിധ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലടക്കം എത്ര പ്രദേശങ്ങളിലാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥിമാർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാതിരിക്കുന്നു. ആന്തൂർ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ, പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലം. പക്ഷെ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിൽ അന്ധമായ രാഷ്ട്രീയം പുലർത്തുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി വരുന്നത് അതൊരു ഭൂഷണമായ ഒരു കാര്യമല്ലല്ലോ.
അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ സമീപനം. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അവരുടെ പത്രിക തള്ളുകയാണ് ചെയ്തത്. അവർക്ക് ആകെ ഷെറീനയ്ക്ക് ആകെ കൊടുത്തത് അരമണിക്കൂർ സമയമാണ്. കാരണം അവര് ഈ ഖാദി ബോർഡിൽ ജീവനക്കാരിയല്ല എന്ന് അവർക്ക് സാക്ഷ്യപ്പെടുത്താം. പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ അവർ ജീവനക്കാരിയല്ല എന്ന് കൊടുക്കാൻ അവരവിടുത്തെ ജീവനക്കാരിയല്ലല്ലോ, അവർ വേറെ രേഖകളൊന്നുമില്ല. ഈ ഹാജരാക്കിയവർ അവർക്ക് കൊടുത്ത ആ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് ചെയ്ത അവരവിടെ പോയി നിന്ന് 2, 3, 4 മണിക്കൂർ ചെയ്ത ആ ജോലിയുടെ വേതനത്തിന്റെ അവർക്ക് കൊടുത്ത റെസിപ്റ്റ് ഉണ്ട്, പണം കിട്ടാൻ വേണ്ടി കൊടുത്ത റെസിപ്റ്റ്. ആ റെസിപ്റ്റാണ് ഹാജരാക്കിയത്. ആ റെസിപ്റ്റ് ഹാജരാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് അവരവിടുത്തെ ജീവനക്കാരിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? ഇവരൊരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു മറ്റേ എംപ്ലോയ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദിവസവേതനക്കാരിയായി വരുന്ന ഒരു സ്ത്രീയല്ല. അങ്ങനെയല്ല അവിടുത്തെ വർക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള 5 സ്ഥലത്ത് സമാനമായ ഇതുപോലെ വർക്ക് ചെയ്യുന്ന 5 പേര് സ്ഥാനാർത്ഥികളായിട്ട് അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ. അവരുടെ എല്ലാം സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുണ്ട്, അവർ കൊടുത്ത നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു. അവിടെ വലിയ ബാളമുണ്ടായി, വലിയ പ്രശ്നമുണ്ടായി. അപ്പോഴാണ് പറഞ്ഞത് മന്ത്രിയുടെ ഇടപെടലുണ്ടെന്നുള്ളത്. മന്ത്രി രാജീവിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് കൃത്യമാണ്, തീരുമാനം കൃത്യമാണ്. വേറൊരു സമയം പോലും പല സ്ഥലങ്ങളിലും ഏറ്റവും അവസാനം ചിഹ്നം അനുവദിക്കുന്ന 24-ാം തീയതി വരെയൊക്കെ പലയിടത്തും പല ആർഒമാരും സമയം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കോടതികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ നിന്ന് രേഖകൾ ഹാജരാക്കാൻ സമയം കൊടുത്തിട്ടുണ്ട് പലർക്കും, പല രേഖകൾ ഹാജരാക്കാൻ. അതുപോലും ഉള്ള സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം അവരവിടുത്തെ ജീവനക്കാരിയല്ല, കോൺട്രാക്ട് ജീവനക്കാരിയല്ല, അവരവിടുത്തെ ഡെയിലി വേജസുകാരിയല്ല, ഒന്നുമല്ല. രാജീവിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് ഈ ഭരണാധികാരി ഇത്രയധികം കർശനമായ നിലപാട് സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള സമാനമായി മറ്റുള്ള വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ 5 പേര് മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് മാത്രം എന്താണ് അതിനകത്ത് ബുദ്ധിമുട്ട്? അപ്പൊ ഇത് നേരത്തെ മുൻകൂട്ടി ഇവരുടെ സ്ഥാനാർത്ഥിത്വം തള്ളണമെന്നുള്ള ഭാഗമായി അവിടുത്തെ റെസിപ്റ്റ് CPM കൊണ്ടുവന്നല്ലോ. CPMന്റെ ആളുകൾ അവിടെ ഈ കരുമാലൂർ യൂണിറ്റിൽ നിന്ന് ഈ റെസിപ്റ്റ് അവർക്ക് കൊടുത്ത പണത്തിന്റെ റെസിപ്റ്റ് കൊണ്ടുവന്ന് ഹാജരാക്കിയത്. അങ്ങനെ കാര്യമായ റിബലുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഉള്ള റിബലുകൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി ഇടപെട്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.